തൃശൂർ പൂരത്തിനിടെ ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്ന് ആരോപണം. പാറമേക്കാവ് ദേവസ്വമാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അപകടങ്ങൾ പതിവായതോടെ പുതുക്കാട് KSRTC ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി. പരിഷ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലെ അപകടങ്ങളെ തുടർന്ന് തേങ്ങ ഇടുന്നതിനിടയിൽ വൈദ്യുതി കമ്പിയിൽ തോട്ടി തട്ടി ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. അന്നമനട ആചാരത്ത് വീട്ടിൽ മയൂഖ് ചന്ദ്രനാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ പൂരത്തിനിടെ ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്ന് ആരോപണം. പാറമേക്കാവ് ദേവസ്വമാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചത്. ലേസർ അടിച്ചതിൽ ചില സംഘടനകൾക്ക് പങ്കുള്ളതായി സംശയിക്കുന്നതായും ഇവർ പറഞ്ഞു. ലേസർ ഉപയോഗിച്ചവരുടെ റീലുകൾ നവമാധ്യമങ്ങളിൽ ഉണ്ടെന്നും പാറമേക്കാവ് ദേവസ്വം പറഞ്ഞു. ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്ന് ആരോപണം. തൃശൂർ പൂരത്തിനിടെയാണ് സംഭവം. പാറമേക്കാവ് ദേവസ്വമാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചത്. ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്നും ഇതേ തുടർന്ന് ആനകൾ ഓടിയെന്നും ഇവർ പറയുന്നു. തൃശൂർ പൂരപ്പറമ്പിൽ ലേസറുകൾ നിരോധിക്കണമെന്നും പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ലേസർ അടിച്ചതിൽ ചില സംഘടനകൾക്ക് പങ്കുള്ളതായി സംശയിക്കുന്നതായും ഇവർ പറഞ്ഞു. ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതിനെതിരെ നിൽക്കുന്ന സംഘടനകൾ ബോധപൂർവം പ്രശ്നമുണ്ടാക്കിയതാണോ എന്ന സംശയമാണ് ഇവർ ഉന്നയിച്ചത്. ലേസർ ഉപയോഗിച്ചവരുടെ റീലുകൾ നവമാധ്യമങ്ങളിലുണ്ടെന്നും ഇത്തരം റീലുകൾ സഹിതം പോലീസിന് പരാതി നൽകുമെന്നും പാറമേക്കാവ് ദേവസ്വം അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ പതിവായതോടെ KSRTC ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി. ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ടോൾ കമ്പനിയാണ് കവാടം അടച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ അപകടങ്ങളെ തുടർന്നാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായത്. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ പതിവായതോടെ KSRTC ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി. ഇനി മുതൽ ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ദേശീയപാതയുടെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തിയത്. ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സുകളും ദേശീയപാതയോരത്ത് നിർത്തിപ്പോകണം. അതേസമയം തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ തടസ്സമില്ല. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ KSRTC ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതും തിരിച്ചുപോകുന്നതും മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ ബൈക്കിടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചതോടെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ അപകടങ്ങളെ തുടർന്നാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായത്. എന്നാൽ ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള ദേശീയപാതയിൽ നിർത്തേണ്ടി വരുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യത ഏറെയാണ്. പുതുക്കാട് സിഗ്നൽ കഴിഞ്ഞ് വേഗതയിലെത്തുന്ന വാഹനങ്ങൾക്കിടയിൽ ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തിയാൽ പുറകിലായി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്റ്റാൻഡിന് സമീപത്തുള്ള വീതിയുള്ള ഭാഗത്ത് ബസ്സുകൾക്ക് നിർത്താൻ സൗകര്യങ്ങൾ ഒരുക്കുകയോ അല്ലെങ്കിൽ സ്റ്റാൻഡിന് മുൻപിൽ ബസ് നിർത്തുന്നത് ഒഴിവാക്കി പുതുക്കാട് സെന്ററിലെ സ്റ്റോപ്പ് മാത്രമാക്കി നിലനിർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മീഡിയ ടൈം, പുതുക്കാട്. പാലിയേക്കരയിൽ ടോൾ പ്ലാസ ജീവനക്കാരന് ലോറി ഡ്രൈവറുടെ മർദ്ദനം. ആക്രമണ ദൃശ്യങ്ങൾ പുറത്ത്. പരാതിയിൽ കേസെടുത്ത പുതുക്കാട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പാലിയേക്കര ടോൾ ബൂത്തിലെ കളക്ഷൻ ജീവനക്കാരനായ ഉത്തർപ്രദേശ് ഫൈസാബാദ് സ്വദേശി പപ്പു കുമാറിനാണ് മർദ്ദനമേറ്റത്. ശനിയാഴ്ച രാത്രി 11:30ഓടെയാണ് സംഭവം. തൃശൂർ ഭാഗത്തു നിന്ന് വന്ന ടോറസ് ലോറിയുടെ ഫാസ്ടാഗ് റീഡാകാത്തതിനെ തുടർന്ന് വാഹനം മാറ്റിയിടാൻ പറഞ്ഞതിലുള്ള ദേഷ്യത്തിലായിരുന്നു മർദ്ദനം. ടോൾ ബൂത്തിനുള്ളിൽ അതിക്രമിച്ച് കയറി ജീവനക്കാരനെ അസഭ്യം പറയുകയും മുഖത്തും കഴുത്തിലും ഇടിക്കുകയുമായിരുന്നു. പരിക്കേറ്റ പപ്പുകുമാറിന്റെ പരാതിയിൽ കേസെടുത്ത പുതുക്കാട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ചേർപ്പ് സ്വദേശിയാണ് പിടിയിലായത്. ఓపెన్
മീഡിയ ടൈം, തൃശൂർ. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാൾ ദിനം നാളെ. പുലർച്ചെ മുതൽ എത്തിച്ചേരുന്ന നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരെ സ്വീകരിക്കാൻ ചെട്ടിക്കാട് ദേവാലയം ഒരുങ്ങി. 1,00,000-ലേറെ പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ രാവിലെ 10:15 തുടങ്ങുന്ന ഊട്ടുനേർച്ച രാത്രി വരെ തുടരും. തൃപ്പൂണിത്തുറ ആനന്ദ പയ്യുടെ നേതൃത്വത്തിലുള്ള 100-ലധികം പാചക വിദഗ്ധരും ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്നാണ് ഊട്ടുസദ്യ ഒരുക്കിയത്. ഇതിനായി ടൺ കണക്കിന് അരി, പച്ചക്കറി എന്നിവ വേണ്ടി വന്നു. ഞായറാഴ്ച രാവിലെ ഡെന്നിസ് കുറുപ്പശ്ശേരി, ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലും ചേർന്ന് അടുപ്പിൽ തീ പകർന്നു നൽകിയതോടെ സജീവമായ പാചകപ്പുരയിൽ ഇന്ന് രാത്രി വരെ പാചകം തുടരും. ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഊട്ടുപന്തൽ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് ഒഴിവാക്കുന്നതിനായി 10 കൗണ്ടറുകളിലായി ഊട്ടുനേർച്ച വിതരണം ചെയ്യും. ഫൈബർ പ്ലേറ്റിൽ ബൊഫേ രീതിയിലായിരിക്കും നേർച്ച വിതരണം ചെയ്യുക. തീർത്ഥാടക പ്രവാഹം കണക്കിലെടുത്ത് പോലീസും വോളണ്ടിയർമാരും സെക്യൂരിറ്റി ടീമും ചേർന്ന് ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പള്ളിയും പരിസരവും പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. വാഹന പാർക്കിങ്ങിനായി വിവിധയിടങ്ങളിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കൊട്ടുവള്ളിക്കാട് ക്ഷേത്രമുറ്റത്തും തീർത്ഥാടക വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കിയിട്ടുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഡോക്ടർ ഉൾപ്പെടുന്ന മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവെടുത്ത് വയ്ക്കൽ നേർച്ചയ്ക്കും വിശുദ്ധന്റെ അത്ഭുത രൂപം ദർശിക്കുന്നതിനും അടിമ സമർപ്പണത്തിനും പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ, സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, വീനൻ താണിപ്പള്ളി, ആൽബി പടമാട്ടുമ്മൽ, അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. അന്നമനടയിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. തേങ്ങ ഇടുന്നതിനിടയിൽ വൈദ്യുതി കമ്പിയിൽ തോട്ടി തട്ടി ഷോക്കേറ്റാണ് വിദ്യാർത്ഥി മരിച്ചത്. അന്നമനട ആചാരത്ത് വീട്ടിൽ മയൂഖ് ചന്ദ്രനാണ് മരിച്ചത്. മാള ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് അങ്കണവാടിയിൽ അങ്കണവാടി കം ക്രഷിന്റെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടന്നു വരുന്നത് ഏറ്റവും ഉചിതമായതും നമ്മൾക്ക് ഏറ്റവും എന്താ പറയുക വിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കാൻ പറ്റിയൊരു ഇടമാണ് അംഗൻവാടി. ആ അംഗൻവാടിയുടെ ഹെൽപ്പറും വർക്കറും കൂടിയാണ് നമ്മുടെ കൊച്ചുമക്കളെ എത്ര പേരുണ്ടെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ കൈകളിലേക്ക് സുരക്ഷിതമായി തരുന്നത്. 30 കുട്ടികളുണ്ടെങ്കിൽ ആ 30 കുട്ടികളെ ഒരേപോലെ അവരുടെ മക്കളായി വളർത്തിക്കൊണ്ട്, നമുക്കറിയാം ഇന്ന് നമുക്ക് ഒരു കുട്ടീനെ അല്ലെങ്കിൽ 2 കുട്ടീനെ വളർത്തേണ്ട ബുദ്ധിമുട്ടുകൾ, പക്ഷേ അതെല്ലാം അവർ നിയന്ത്രിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്ന പോഷകാഹാരങ്ങൾ കൃത്യമായി കൊടുത്തുകൊണ്ടും അവരെ കഥകൾ പറഞ്ഞുകൊണ്ടും അക്ഷരം പഠിപ്പിച്ചുകൊണ്ടും കായിക രംഗത്തായാലും കലാരംഗത്തായാലും അവരുടെ കഴിവുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട്, നമുക്കറിയാം നമ്മൾ LKG UKG വിഭാഗങ്ങളിലേക്ക് വിടുന്നതിന് മുൻപ് ഇന്ന് അംഗൻവാടിയിലൂടെ അക്ഷരം പഠിപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ വിദ്യാലയം അംഗൻവാടിയാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വാർഡ് മെമ്പർ നിധ ജോഷി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ VK അംബിക, മാള പഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ VK രഘു, പഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി സജീവ്, TV യദുകൃഷ്ണൻ, CDPO അനീസ റാണി, ക്രഷ് വർക്കർ ഷൈബി എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിലിന്റെ 56-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന പതാക ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ PS സന്തോഷ് കുമാർ, വൈസ് ക്യാപ്റ്റൻ P ഹരീന്ദ്രനാഥ്, മാനേജർ ഹുസൈൻ പുതുവന, P സുരേഷ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ വയലാർ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം സമ്മേളന നഗരിയായ പാലക്കാട് സമാപിക്കും. മെയ് 12, 13, 14, 15 തീയതികളിലായി പാലക്കാടാണ് സമ്മേളനം നടക്കുന്നത്. നവകേരള സൃഷ്ടിക്കായുള്ള പദ്ധതികളുമായി മുന്നേറുന്ന LDF സർക്കാർ 3-ാം തവണയും അധികാരത്തിലേറുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM തലക്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസായ സീതാറാം യെച്ചൂരി ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KR സീത അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ലോക്കൽ സെക്രട്ടറി EPK സുഭാഷിതൻ എന്നിവർ സംസാരിച്ചു. കൂടൽമാണിക്യം ഉത്സവത്തിന്റെ ഭാഗമായി ആർദ്രം പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഭാരം വിതരണം ആരംഭിച്ചു.
തെക്കേനടയിലെ ഓഫീസിന് മുൻപിൽ നടന്ന സംഭാര വിതരണത്തിന്റെ ഉദ്ഘാടനം കഥകളി ആചാര്യനും 2025 മാണിക്യശ്രീ പുരസ്കാര ജേതാവുമായ രാഘവനാശൻ നിർവഹിച്ചു. ചടങ്ങിൽ ആർദ്രം പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഭാരവാഹികളും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. ചേന്നമംഗലം NSS കരയോഗം കുടുംബസംഗമം നടന്നു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് M. ജിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് T. മോഹനൻ അധ്യക്ഷനായി. ശിവാഗമ ചൂടാമണി ഭാഗവതോത്സവം അഡ്വക്കേറ്റ് TR രാമനാഥൻ, ശ്രീപ്രിയ മേനോൻ, പുഷ്പം കലാധരൻ, D. മുരളീധരൻ, മധു പാലിയം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു. വെസ്റ്റ് കൊരട്ടി ജ്ഞാനോദയം വായനശാലയുടെ 70ാം വാർഷികാഘോഷം നടന്നു. വെസ്റ്റ് കൊരട്ടി NUP സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ വിനോദ് കൃഷ്ണ, കലാനിരൂപകൻ KB രാജാനന്ദൻ, ചെറുകഥാകൃത്ത് K. സുധാകരൻ, ജ്ഞാനോദയം വായനശാല പ്രസിഡന്റ് EJ സെബാസ്റ്റ്യൻ, സംഘാടക സമിതി ചെയർമാൻ KR അജയൻ, K. രമ, ജനപ്രതിനിധികളായ TK സതീശൻ, KA ഇക്ബാൽ, OC രവി, വായനശാല സെക്രട്ടറി PP സജി, KV അനിൽ എന്നിവർ സംസാരിച്ചു. പട്ടികജന സമാജം കേരള, കേരളീയ പട്ടിക വിഭാഗ സമാജം എന്നീ സംഘടനകൾ കേരളീയ പട്ടികജന സമാജം എന്ന പേരിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. ശ്രീനാരായണപുരത്ത് നടന്ന ലയന സമ്മേളനം റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി B. കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. ഛിന്നഭിന്നമായി കിടക്കുന്ന പട്ടികജാതി സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ MM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA മുഖ്യ അതിഥിയായി. കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ്ബും ശ്രീനാരായണ ധർമ്മസഭ PN ആയുർവേദാശ്രമം ആയുർവേദ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. MN പ്രവീൺ, രശ്മി കണ്ണൻ, ഗിരീഷ് ഹെവൻ, ബൽറാം മോഹൻ, ദിവ്യ ബൽറാം, രാധാകൃഷ്ണൻ, സുമേഷ്, സലിൻ നാലുമാക്കൽ, ഡോക്ടർമാരായ ശിവൻ, ലക്ഷ്മി, അനുപമ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ബോൺ മിനറൽ, ഡെന്റിസ്റ്റ് ടെസ്റ്റ്, ഡോക്ടർ കൺസൾട്ടേഷൻ, മരുന്ന് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായും സൗജന്യമായി നൽകിക്കൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് 1 കൺവെൻഷനും കുടുംബസംഗമവും അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടത്തി. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ബൂത്ത് പ്രസിഡന്റ് സിജിത് പെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് പഠനോപകരണ വിതരണം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ റീന അനിൽ, പ്രതിപക്ഷ നേതാവ് T. S. സജീവൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു, സൂരജ് പെട്ടിക്കാട്ടിൽ, ജനോയ് കരേക്കാട്ട്, അനിൽ ചുള്ളിപ്പറമ്പിൽ, സജീവൻ മണലിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരത്തിനിടെ ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്ന് ആരോപണം. പാറമേക്കാവ് ദേവസ്വമാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അപകടങ്ങൾ പതിവായതോടെ പുതുക്കാട് KSRTC ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി. പരിഷ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലെ അപകടങ്ങളെ തുടർന്ന് തേങ്ങ ഇടുന്നതിനിടയിൽ വൈദ്യുതി കമ്പിയിൽ തോട്ടി തട്ടി ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. അന്നമനട ആചാരത്ത് വീട്ടിൽ മയൂഖ് ചന്ദ്രനാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.